അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു രാത്രി കഴിഞ്ഞ് കിട്ടി. പിറ്റേ ദിവസം രാവിലെ ആയി. ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ ഈ ട്രെയിനിൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെയും പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഡൽഹിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. കുറച്ച് സ്നാക്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ. അപ്പോഴാണ് ഒരാളൊരു ബക്കറ്റുമായിട്ട് വന്നത് കേട്ടോ. എന്തൊക്കെയോ സൂപ്പാന്നും പറഞ്ഞ്. ഞങ്ങൾ പിന്നെ ട്രെയിനിൽ നിന്ന് ഒരു സാധനവും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം കിടപ്പും ഫോണിൽ കളി തന്നെ ആയിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ തലേ ദിവസത്തെ ഉറക്കം ഒട്ടും ശരിയായിട്ടില്ലായിരുന്നു. കിടന്ന് മടുത്തപ്പം കുറച്ച് നേരം ഞങ്ങൾ ആ ഡോറിൻ്റെ അവിടെ വന്ന് നിന്നിട്ടാ. പിന്നെയും പോയി കിടക്കും, പിന്നെയും വന്ന് ഡോറിൻ്റെ അവിടെ നിൽക്കും. അങ്ങനെയാണ് ഞങ്ങൾ സമയം തള്ളി നീക്കിയത്. എല്ലായിടത്തും ഒന്നും റേഞ്ച് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഫോണും ഇല്ല, ആകെ ബോറടിച്ചിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ കയറിയ ട്രെയിൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, വൃത്തിയൊക്കെ ഉള്ള ട്രെയിൻ തന്നെയായിരുന്നു കേട്ടോ. ഡൽഹി എത്തുന്നവരെ നമ്മൾ ചെന്നൈയിൽ നിന്ന് കയറിയപ്പോൾ ഇട്ട ഡ്രസ്സിൽ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡ്രസ്സൊന്നും മാറിയില്ല, അതിനുള്ള സാവകാശമൊന്നും കിട്ടിയില്ല. ബാത്റൂമിലൊക്കെ നല്ല പാടാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങുവാണ് നമ്മളൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ കയറിയാൽ തന്നെ. ഉച്ചയായപ്പോഴത്തേക്കും ഏതോ ഒരു സ്റ്റേഷൻ എത്തിയപ്പം ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ട് ഓറഞ്ചും പിന്നെ കുറച്ച് ലേസൊക്കെ വാങ്ങിച്ച്. ഓറഞ്ചാണെങ്കിൽ എൻ്റെ പൊന്നോ പുളി കൊണ്ട് വായി വെക്കാൻ വയ്യായിരുന്നു. ഭാഗ്യത്തിന് 4 എണ്ണേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കി വൈകുന്നേരമായി. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ കുറച്ച് നേരം ഇരുന്ന് ലൂഡോ ഒക്കെ കളിച്ച്. ഞാൻ ബാക്കി എല്ലാവരും ഇപ്പോൾ തോക്കും. രാവിലെ ഉച്ചക്ക് നമ്മൾ ചെറിയ സ്നാക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് രാത്രി എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഭോപ്പാൽ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഹോട്ടലിൽ നോക്കിയിട്ട് നമ്മൾ സ്വിഗ്ഗിയിൽ ഈ ഒരു പനീർ കറിയും പിന്നെ തന്തൂരി റൊട്ടി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം, ഇത് നമ്മൾ ആട്ടമാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കത്തില്ലേ, അത് തന്നെ നല്ലപോലെ വിശന്നിരുന്നോണ്ടായിരുന്നു തോന്നുന്നു. ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു.